അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ വീർപ്പുമുട്ടുകയാണ് സംസ്ഥാന അതിർത്തിയിലെ കാപ്പാട് കോളനി. വനത്തിനുള്ളിലായി 3 വീടുകൾ മാത്രമാണ് കാപ്പാട് പണിയ കോളനിയിലുള്ളത്. കാട്ടാനയടക്കമുള്ള വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ഇവിടേക്ക് വഴിയും വൈദ്യുതിയും ഇല്ലാത്തത് ദുരിതം ഇരട്ടിയാക്കുന്നു. കേരള തമിഴ്നാട് സംസ്ഥാന അതിർത്തിയിൽ കാപ്പാട് വനത്തിലാണ് കോളനി സ്ഥിതി ചെയ്യുന്നത്. 3 വീടുകളാണ് ഇവിടെയുള്ളത്. മുതിർന്നവരും കുട്ടികളുമടക്കം 12ഓളം അംഗങ്ങളും 3 വീട്ടിലായിട്ടുണ്ട്. എന്നാൽ വനത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടേക്ക് പുറംലോകത്ത് നിന്ന് എത്തിപ്പെടണമെങ്കിൽ കുറച്ചധികം പ്രയാസമുണ്ട്. പേരിനുള്ള നടവഴി മാത്രം. ഇത് കടന്നുപോകുന്നത് ആനകൾ പുറത്തേക്ക് കടക്കാതിരിക്കാൻ സ്ഥാപിച്ച കിടങ്ങിന് മുകളിലൂടെയാണ്. കോളനിയിലേക്ക് വൈദ്യുതി എത്തിക്കാൻ മുൻപ് സ്ഥാപിച്ച ഒരു ചെറിയ ഇരുമ്പ് പൈപ്പാണ് കിടങ്ങ് മുറിച്ചു കടക്കാൻ പാലമായി ഇവർ ഉപയോഗിക്കുന്നത്. കൂടാതെ കോളനിയിൽ വൈദ്യുതി എത്തിയിട്ടുണ്ടെങ്കിലും ബില്ലടയ്ക്കാത്തതിനാൽ കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് കാരണം സന്ധ്യ മയങ്ങിയാൽ കാട്ടുമൃഗങ്ങൾ കോളനി പരിസരത്ത് എത്തിയാൽ ഇവർക്ക് കാണാനും സാധിക്കില്ല. ഇത് കാരണം വന്യമൃഗ ആക്രമണ ഭീതിയിലുമാണ് കോളനിക്കാർ. വർഷങ്ങൾക്ക് മുൻപ് കോളനിയിലെ പാലൻ എന്ന മുതിർന്നയാളെ ആന തട്ടി പരിക്കേൽപ്പിച്ചിരുന്നു. ഇയാളുടെ കാലിന് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് ഇപ്പോൾ കിടപ്പിലാണ്. ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എടുത്തുകൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. ന്യൂസ് ബ്യൂറോ, ബത്തേരി.